എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന നടൻ ആരാണ്? കമന്റ് ചെയ്യും. എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഷാറുഖ് ഖാൻ ആണ്. അതായത് എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുട്ടിക്കാലത്ത് DD നാഷണൽ ചാനലില് ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി 9:30 ഹിന്ദി മൂവീസ് ഉണ്ടാവും. അതും ഷാറുഖ് ഖാന്റെ മൂവീസ് ഒക്കെ ആവണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഹിന്ദി ചൂസ് ചെയ്തു പഠിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഹിന്ദി സോങ്സ് ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദി മൂവീസ് കാണാൻ ഒരുപാട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഹിന്ദി പഠിക്കാൻ പ്രചോദനമായത്. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളും കുട്ടിക്കാലത്ത് ഇതുപോലെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഷാറുഖ് ഖാന്റെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയിലെ കബി അൽവിദ നാ കാന എന്ന മൂവിയിലെ ഒരു സോങ്, അത് എന്റെ മലയാള എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കും. പാട്ട് ഞാൻ അങ്ങനെ പാടാറില്ല, പക്ഷെ ഇവിടെ പാടുവാണ്. കാരണം സോങ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചേർക്കുമ്പോൾ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് എന്റേതായ രീതിയിൽ പാടാം എന്ന് വിചാരിച്ച് പാടുവാണ്. തുംകോ ഭീ है गबर मुझको भी है पता हो रहा है जुदा दोनों का रास्ता. ഇനി ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. തുംകോ ഭീ ഹേ ഖബർ. ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത അല്ലെങ്കിൽ നമുക്കൊരു പുതിയ കാര്യം അറിവ് എന്നാണ് അർത്ഥം. അപ്പൊ തുംകോ ബി ഹേ ഖബർ, അതായത് നിനക്കും. തുംകോ ബി എന്ന് വെച്ചാൽ നിനക്കും. ഓക്കെ, ബി എന്ന് വെച്ചാൽ ഓൾസോ, യു ഓൾസോ എന്നുള്ള അർത്ഥമാണ്. ഖബർ മീൻസ് അറിവ്, അല്ലെങ്കിൽ തുംകോ ബി ഹേ ഖബർ, നിനക്കും അറിയാം. മുജ്കോ ബി ഹേ പത. പത ലഗ്ന എന്ന് വെച്ചാൽ അറിയുക എന്ന് തന്നെയാണ് അർത്ഥം. മുജ്കോ ബി ഹേ പത എന്ന് വെച്ചാൽ എന്താ? മുജ്കോ ബി മീൻസ് എനിക്കും. ഹേ പത എന്ന് വെച്ചാൽ അറിയാം. പത ഹേ അറിയാം. തുംകോ ബി ഹേ ഖബർ. തുംകോ ഹേ ഖബർ ഹേ ഔർ മുജ്കോ ബി യെ പത ഹേ. എനിക്കും അറിയാം, നിനക്കും അറിയാം. രണ്ടാമത്തെ ലൈൻ നോക്കാം. ഹോ രഹാ ഹേ ജുദാ दोनों का रास्ता हो रहा है जुदा. इसका अर्थ क्या है? जुदा मीन्स ഫെയർവെൽ, വേർപാട്. ജുദ എന്ന് പറഞ്ഞാൽ പിരിയുക എന്നാണ് അർത്ഥം. ഇപ്പോ ജുദാ ഹോ രഹാ ഹേ, വേർപിരിയുകയാണ്. ദോനോ കാ രാസ്ത. രാസ്ത മീൻസ് വഴി. ദോനോ കാ രണ്ടുപേരുടെയും. ദോനോ കാ രാസ്ത രണ്ടുപേരുടെയും വഴി ഇവിടെ വെച്ച് വേർപിരിയുകയാണ്, രണ്ടായി പിരിയുകയാണ്. രണ്ടുപേരും ഒരേ ദിക്കിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകള്, അതായത് ഒരുമിച്ച് രണ്ടുപേര് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പൊ അവര് രണ്ട് വഴിക്കാവുകയാണ്. दूर जाके भी मुझसे तुम मेरे यादों में रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. ഫസ്റ്റ് ലൈൻ നോക്കാം. ദൂർ ജാക്കെ ബി മുജ്സെ. ദൂർ ജാന മീൻസ് ദൂരെ പോവുക, അതായത് അകന്നു പോവുക. ആരിൽ നിന്ന്? കെ ബി മുജ്സെ. മുജ്സെ ദൂർ ജാക്കെ ബി, എന്നിൽ നിന്ന്. മുജ്സെ മീൻസ് എന്നിൽ നിന്ന് ദൂരെ അകന്നാലും. തും മേരി യാദോമേ രഹന. തും മീൻസ് നീ. മേരി യാദോമേ, യാദ് മീൻസ് ഓർമ്മ. മേരി യാദോമേ എന്റെ ഓർമ്മകളിൽ. രഹന നിലനിൽക്കുക. ദൂർ ജാക്കെ ബി മുജ്സെ തും മേരി യാദോമേ രഹന. നീ എന്നിൽ നിന്ന് പിരിഞ്ഞു പോയാലും അകന്നു പോയാലും നിന്റെ ഓർമ്മകൾ എന്നും എന്റെ മനസ്സിലുണ്ടാവട്ടെ. കഭി അൽവിദ നാ കേന. അൽവിദ എന്ന് പറഞ്ഞാൽ വിട പറയുക. അൽവിദ ഫെയർവെൽ. കഭി അൽവിദ നാ കേന. കഭി മീൻസ് ഒരിക്കലും,
അൽവിദ നാക്കേന ഒരിക്കലും വിട പറയരുത്. जितनी दी खुशियां सब खो चुकी है, बस एक गम है के जाता नहीं, जाता नहीं. ജിത്തനി ധി എന്ന് വെച്ചാ ജിത്തനി മീൻസ് എത്ര, ധി ഖുഷിയ, ഖുഷിയ ഹാപ്പിനെസ് സന്തോഷങ്ങൾ. ജിത്തനി ധി ഖുഷിയ എത്രയോ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു. സബ് ഖോ ചുക്കിയ, സബ് മീൻസ് എല്ലാം, ഖോ ചുക്ന നഷ്ടമായി, ഇല്ലാതായി. ജിത്തനി ധി ഖുഷിയ സബ് ഖോ ചുക്കി ഹേ, എത്രയോ സന്തോഷങ്ങൾ എന്റെ ലൈഫിലുണ്ടായി, എല്ലാം നഷ്ടപ്പെട്ടു. ബസ് ഏക് ഗം ഹേ കേ ജാതാ നഹീ, ബസ് മീൻസ് ഇത്ര മാത്രം, എന്താ എക് ഗം, ഗം മീൻസ് ദുഃഖം. ഗം ഹേ കേ ജാതാ നഹി, ജാതാ നഹി പോകുന്നില്ല. ബസ് ഏക് ഗം ഹേ കി ജാതാ നഹി, പക്ഷെ ഈ ഒരു ദുഃഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഒരുപാട് സന്തോഷങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഇപ്പോ നഷ്ടപ്പെട്ടു. അവര് വേർപിരിഞ്ഞു. ആ വേർപിരിയലിന്റെ കാരണം കൊണ്ട് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരേ ഒരു ദുഃഖം, ഈ വേർപാടിന്റെ ഈ ഒരേ ഒരു ദുഃഖം മാത്രം അവരുടെ ലൈഫിൽ നിന്ന് പോകുന്നില്ല. അതാണ് ഈ വരികളുടെ അർത്ഥം. സംജാ കെ ദേഖാ ബഹലാ കെ ദേഖാ ദിൽ ഹേ കി ചैन इसको आता नहीं, आता नहीं. സംജാക്കെ ദേഖ, സംജാന എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തുക, മനസ്സിലാക്കിപ്പിക്കുക എന്നാണ് അർത്ഥം. സംജാക്കെ ദേഖ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓക്കെ, സംജാക്കെ ദേഖ, ദേഖ മീൻസ് ഇവിടെ കണ്ടു എന്നല്ല അർത്ഥം. ഇവിടെ സംജാക്കെ ദേഖ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കി എന്നാണ് അർത്ഥം. ആ നോക്കി, ഓക്കെ, അല്ലാതെ നമുക്ക് ഒരാളെ നോക്കുക എന്നുള്ള അർത്ഥമല്ല. സംജാക്കെ ദേഖ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കി. ബഹലാക്കെ ദേഖ, ബഹലാന മീൻസ് നമ്മള് ഒരാളെ എന്താ ആശ്വസിപ്പിക്കാൻ, അയാളെ ഒരു കാര്യം പറഞ്ഞ് ആശ്വസിപ്പിക്കുക, അതാണ് ബഹലാന എന്നുള്ളതിന്റെ അർത്ഥം. ബഹലാക്കെ ദേഖ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. ദിൽ ഹേ കി ചैन इसको आता नहीं, ദിൽ കെ ചെയിൻ, ദിൽ മീൻസ് ഹൃദയം, ചെയിൻ എന്ന് വെച്ചാൽ എന്താ, ചെയിൻ മിൽന എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുക എന്നാണ് അർത്ഥം. ദിൽക്കോ ചെയിൻ മിൽന നമ്മുടെ ഹൃദയത്തിന്, മനസ്സിന് സമാധാനം കിട്ടുക എന്നാണ് അർത്ഥം. ഇവിടെ ദിൽ ഹേ കി ചैन इसको आता नहीं, आता नहीं കിട്ടുന്നില്ല, വരുന്നില്ല, ഓക്കെ എന്നാണ് അർത്ഥം. അതായത് ഒരാളെ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, അതുപോലെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും മനസ്സിന് ആശ്വാസം കിട്ടുന്നില്ല. എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഹൃദയത്തിന് അല്ലെങ്കിൽ മനസ്സിന് ആശ്വാസം കിട്ടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? ആസുഹേ കേ അങ്കാരേ आग है अब आंखों से बहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. ഇവിടെ വരികളിൽ പറയുന്നത് ആസു ഹേ കെ ഹേ അങ്കാരെ. ആസു മീൻസ് കണ്ണുനീർ, അങ്കാരെ തീക്കനൽ. ഓക്കെ, ആസു കണ്ണുനീർ, അങ്കാരെ തീക്കനൽ. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ആസു ഹേ കെ ഹേ അങ്കാരെ, കണ്ണുനീരാണോ തീക്കനലുകളാണോ? ആഗ് ഹേ അബ് ആംഖോ സെ ബഹന, ആഗ് മീൻസ് തീ, ഫയർ. അബ് മീൻസ് ഇപ്പോൾ, ആംഖോ സെ കണ്ണുകളിൽ നിന്ന്, ബഹന ഒഴുകുക. ആഗ് ഹേ അബ് ആംഖോ സെ ബഹന, ഇപ്പോ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് അഗ്നിയാണ്, തീയാണ്. അപ്പോ കണ്ണുനീരാണോ അല്ലെങ്കിൽ തീക്കനലുകളാണോ? ഇപ്പോ എന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് തീയാണ്. ഓക്കെ, കഭി അൽവിദ നാ കഹന, കഭി മീൻസ് നെവർ ഒരിക്കലും, അൽവിദ നാ കഹന, കഹന മീൻസ് പറയുക,
അൽവിദ ഫെയർവെൽ, വിട. ഓക്കെ, വിട പറയരുത്, ഒരിക്കലും എന്നോട് വിട പറയരുത്. ഓക്കെ. रुत आ रही है, रुत जा रही है, दर्द का मौसम बदला नहीं. रुत आ रही है. ഋത്ത് മീൻസ് സീസൺ. ഓരോ ഋതുക്കള് വരുന്നുണ്ട്. ഋത് ജാ രഹി ഹെ, പോകുന്നുണ്ട്. ആന മീൻസ് വരിക, ജാന പോവുക. ആ രഹി ഹെ വരികയാണ്, ജാ രഹി ഹെ പോവുകയാണ്. ഓരോ ഋതുക്കളും വരുന്നു, പോകുന്നു. ദർദ് ക മൗസം, മൗസം മീൻസ് കാലാവസ്ഥ, ക്ലൈമേറ്റ്. ദർദ് ക മൗസം വേദനയുടെ ആ ഒരു അവസ്ഥ, കാലാവസ്ഥ. ബദലാനഹി, ബദല ചേഞ്ച് ഉണ്ടാവുന്നില്ല, മാറുന്നില്ല. അതായത് ഋതുക്കൾ എന്ന് പറഞ്ഞാൽ ഓരോ ഋതുക്കൾ ഇങ്ങനെ മാറി മാറി നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകും. പക്ഷെ ഈ വേദനയുടെ ഋതു മാത്രം എൻ്റെ ലൈഫിൽ നിന്ന് പോകുന്നില്ല. അതായത് ആ വേർപാടിന്റെ വേദന, പ്രണയത്തിൽ നിന്ന് ഉണ്ടായ വേർപാട് എത്രത്തോളം വേദനാജനകമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് അവരുടെ ലൈഫിൽ നിന്ന് വിട്ടു മാറുന്നില്ല. ആ ഋതു മാത്രം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല എന്നാണ് ഈ ഒരു വരികളിൽ പറയുന്നത്. രംഗ് യഗം കാ ഇത്നാ ഹെ ഗരാ സദിയോं भी होगा हल्का नहीं, हल्का नहीं. രംഗ്, രംഗ് മീൻസ് നിറം. ഇതിന്റെ ഗം കാ, ഗം മീൻസ് ദുഃഖം. യേ രംഗ് ജോ ഹെ ഗം കാ ഹെ, ഈ നിറം വേദനയുടെ നിറമാണ്. ഇത്നാ ഹെ ഗഹര, ഇത് വളരെ എന്താണ്, ആഴത്തിലുള്ള നിറമാണ്. അതായത് പെട്ടെന്നൊന്നും മാറുന്ന അല്ലെങ്കിൽ മങ്ങുന്ന ഒരു നിറമല്ല ഇത്. രംഗ് യേ ഗം കാ, ഈ നിറം വേദനയുടെ നിറമാണ്, വളരെ ആഴത്തിലുള്ളതാണ്. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഒന്നാണ് അല്ലെ, അതുകൊണ്ട് അത് വളരെ ആഴത്തിലുള്ളതാണ്. സദിയോംബി ഹോഗ, സദി മീൻസ് നൂറ്റാണ്ട്, സദി നൂറ്റാണ്ട്. സദിയോംബി ഹോഗ, നൂറ്റാണ്ടുകളായാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും. ഹൽക്കാനഹി, ഹൽക്ക ഹോന മങ്ങുക, നിറം മങ്ങുക എന്ന് പറയില്ലേ. അപ്പോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ വേദനയുടെ നിറം മാറില്ല, ഹൽക്കാനഹി, മങ്ങില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കോന ജാനെ ക്യാ ഹോനാ ഹേ ഹംകോ ഹേ അബ് ക്യാ ക്യാ സഹനാ കഭി അൽവിദാ നാ കഹനാ, കഭി അൽവിദാ നാ കഹനാ, കഭി അൽവിദാ നാ കഹനാ. കോൻ ജാനെ, കോൻ ജാനെ, കോൻ ആര്, ജാന അറിയുക. കോൻ ജാനെ ആർക്കറിയാം അല്ലെ, ആർക്കറിയാം എന്ത്. ക്യാ ഹോന ഹെ, ഹോന സംഭവിക്കുക. ക്യാ ഹോന ഹെ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അതായത് ഇനി എന്റെ ലൈഫിൽ എന്താണ്, അല്ലെങ്കിൽ ഇനി നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് ആർക്കറിയാം. ഹംകോ ഹേ അബ് ക്യാ ക്യാ സഹന, സഹന സഹിക്കുക. നമുക്ക് നമ്മുടെ ലൈഫിൽ ഇനി ക്യാ ക്യാ ഹേ സഹന, ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം. കഭി അൽവിദ നാ കഹന, ഒരിക്കലും വിട പറയരുത് എന്നോട്, ഒരിക്കലും വിട പറയരുത്. പ്രണയിച്ചുകൊണ്ടിരുന്ന 2 പേര് അകന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അവരുടെ ആ വേർപാട്, അവർക്ക് പരസ്പരം വിട പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവരുടെ ലൈഫിൽ 2 വഴിക്കായി. പക്ഷെ ആ ഒരു പ്രണയത്തിലുണ്ടായ ആ ഒരു സ്നേഹവും ആ ഒരു ഓർമ്മകളും അവരെ മനസ്സിൽ ഒരുപാട് ദുഃഖിപ്പിക്കുന്നുണ്ട്. ഈ എല്ലാ കാരണം കൊണ്ട് പരസ്പരം വിട പറഞ്ഞിട്ടും വിട പറയാനാവാത്ത അവസ്ഥയാണ് ഈ ഒരു സോങ്ങില് പറയുന്നത്. വളരെ അർത്ഥവത്തായ വരികളാണ്. എല്ലാവർക്കും തന്നെ, എനിക്ക് മാത്രമല്ല, എൻ്റെ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു സോങ് വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പാടിയത് വെച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ വിലയിരുത്തരുത്. കാരണം പാടാൻ അങ്ങനെ അറിയാവുന്ന ആളല്ല. പക്ഷെ ഒരു സോങ് ഇട്ട് ഇത് നിങ്ങളെ ഏത് പാട്ടാണെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ, അതുകൊണ്ട് മാത്രം പാടിയതാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.